ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പലവട്ടമായി വി.ഡി. സതീശൻ പറഞ്ഞത് സമുദായ നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങാൻ താനില്ല എന്നാണ്. അതേ വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പേര് സതീശൻ മേനോൻ എന്നാകുന്നത് നാം കണ്ടു. ഇപ്പോൾ സതീശന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ ഓരോരുത്തരായി സമുദായ നേതാക്കന്മാരെ കണ്ട് വണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണോ സതീശന്റെ പുതുയുഗ കേരളം? ഈ വിഷയമാണ് ബിഗ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. തിണ്ണ നിരങ്ങുന്ന മന്ത്രിമാരോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും KS അരുൺകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, BJP-ൽ നിന്ന് V മനുപ്രസാദ്, രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ MN കാരശ്ശേരി എന്നിവർ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. സണ്ണിയം കവിക്കാടിനെയും ഈ ചർച്ചയുടെ തുടക്കം മുതൽ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ N ശ്രീകുമാർ, സാധാരണഗതിയിൽ കഴിഞ്ഞ 10 കൊല്ലം CPM സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിൽ CPM പ്രതിരോധത്തിലാകുമ്പോഴെല്ലാം ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധികൾ ഉന്നയിച്ചിരുന്ന ഒരു വലിയ വിമർശനമുണ്ട്. CPM-ന്റെ ആരും ചർച്ചയ്ക്ക് വരുന്നില്ല എന്ന്, അവർ അതിൽ നിന്ന് ഒളിച്ചോടുന്നുവെന്ന്. ഇന്നിപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയെ അയക്കില്ല എന്നാണ് അവരുടെ തീരുമാനം. ഇങ്ങനെ ഭരണത്തിലേക്ക് എത്തുമ്പോൾ ആദ്യം വിമർശിച്ച CPM-ന്റെ അതേ നിറവും സ്വഭാവവും ഒക്കെ കോൺഗ്രസിനുമായി കഴിഞ്ഞോ? നോക്കൂ ശ്രീ വേണു, ഇതിൽ കോൺഗ്രസ് പ്രതിനിധി വരണോ വരണ്ടേ എന്നുള്ളത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതൊരു ഗൗരവമുള്ള വിഷയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ ഈ വിഷയത്തിൽ ഞാനും വലിയ ഒരു ഗൗരവം കൊടുക്കുന്നില്ല. കാരണം ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിലെത്തിയ 3 മന്ത്രിമാർ അവരവർക്ക് താല്പര്യമുള്ള സമുദായ നേതാക്കളെ പോയി കണ്ടു എന്നുള്ളതാണ്. അത് വോട്ട് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി അല്ല എന്നുള്ളത് വ്യക്തമാണ്. വോട്ട് കാലത്ത് ഇവരാരും അവിടെ പോയതായിട്ട് നമ്മുടെ അറിവിലില്ല. മാത്രമല്ല, അക്കാലത്ത് UDF-ൻ്റെ നിലപാട് നിങ്ങൾ ഈ പറഞ്ഞ ഇതിൻ്റെ ഹെഡിങ് ഇട്ട പോലെ തിണ്ണ നിരങ്കണ്ണ എന്ന് തന്നെ ആയിരുന്നു. അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു. SNDP-യും NSS-ൻ്റെയും ഒക്കെ നേതൃത്വം CPM മുന്നണിക്ക് പരോക്ഷമായ പിന്തുണ കൊടുത്തിട്ടും വി.ഡി. സതീശനെ പരിഹസിച്ചിട്ടും LDF ആണ് വരേണ്ടതെന്ന് പറഞ്ഞിട്ടും ജനങ്ങൾ ആ നേതൃത്വത്തിൻ്റെ ആ എല്ലാ വിധത്തിലുള്ള ആഹ്വാനങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ട് UDF-നെ വിജയിപ്പിച്ചു. അപ്പോൾ അവിടെ ഒരു യഥാർത്ഥ ഇടതുപക്ഷം കോൺഗ്രസ് ആണ് എന്ന് ബോധ്യപ്പെട്ടു. അപ്പുറത്താണെങ്കിൽ CPM-ൻ്റെ ഒപ്പം NSS-ൻ്റെ നേതൃത്വവും SNDP-യുടെ നേതൃത്വവും PDP-യും അതുപോലെ കാന്തപുരത്തിൻ്റെ സുന്നി വിഭാഗവും ഒക്കെ അണിനിരന്നു. ഇപ്പുറത്താണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കക്ഷികളും, അതായത് CMP, RMP, ഫോർവേഡ് ബ്ലോക്ക്, RSP തുടങ്ങിയ ഇടതുപക്ഷ കക്ഷികളും പ്രമുഖരായ മാർക്സിസ്റ്റ് നേതാക്കളും പാർട്ടി വിട്ട് കോൺഗ്രസിനൊപ്പം ചേർന്നു. അങ്ങനെ പൊതുസമൂഹം യഥാർത്ഥ ഇടതുപക്ഷം കോൺഗ്രസ് ആണെന്ന് കണ്ട് UDF-നെ വോട്ട് ചെയ്ത് 102 സീറ്റോടെ അധികാരത്തിലെത്തിച്ചു. അതിനുശേഷമാണ് കേരള കോൺഗ്രസിൻ്റെ മോൻസ് ജോസഫും അതുപോലെ കോൺഗ്രസിൻ്റെ ബിന്ദു കൃഷ്ണയും അതുപോലെ കോൺഗ്രസിലെ മന്ത്രി തുളസിയും അവർ NSS ജനറൽ സെക്രട്ടറിയെയും ഒരാൾ SNDP ജനറൽ സെക്രട്ടറിയെയും കണ്ടത്. അത് എന്തിനാണെന്ന് അവർക്ക് വിശദീകരിച്ചാൽ ഈ പ്രശ്നം തീരുന്നതേ ഉണ്ടായുള്ളൂ. ശ്രീമതി തുളസി അവിടെ പോയത് അവർ NSS കോളേജിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവരവരുടെ സ്ഥാപനത്തിൻ്റെ ഉടമയെ കാണാൻ പോയി അവരങ്ങനെ ആവാനാണ് സാധ്യത. ശ്രീമതി ബിന്ദു കൃഷ്ണ SNDP യോഗം ജനറൽ സെക്രട്ടറിയെ കാണാൻ പോയത് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രശ്നം തീരും. അതിൽ വേറെ ചോദ്യം വരുമ്പോൾ അത് ആശംസകൾ എന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പോയത് SNDP യോഗം ജനറൽ സെക്രട്ടറിയെ കാണാനാണ്. ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് പോയത്. മന്ത്രി എന്ന നിലയ്ക്ക് എനിക്ക് പോകാനൊരു വിലക്കുമില്ല. അതുകൊണ്ട് ആരെയും കോൺഗ്രസ് നേതൃത്വം വിലക്കിയിട്ടില്ല. ആർക്ക് വേണമെങ്കിൽ ആരെയും സന്ദർശിക്കാം. ഒരു വിഷയമുള്ള കാര്യമല്ലത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഗൗരവമുള്ള വിഷയമല്ല എന്നുള്ളത്. മാത്രമല്ല, ഇതിൽ വേറൊരു വിഷയം, ഇതിലൊരു ഒറ്റക്കാരുടെ പറയാം. സോഷ്യൽ മീഡിയയിൽ ഇതൊരു വലിയ ചർച്ചയായിട്ട് വരികയാണ്. അതെനിക്ക് തോന്നുന്നത് UDF-ൻ്റെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള നിലപാടുണ്ട്. ആ നിലപാട് എന്ന് പറയുന്നത് അവരെ വോട്ട് ബാങ്കായിട്ട് UDF കാണുന്നില്ല, NSS-നെ SNDP-യും കാണുന്നില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. നേരെ മറിച്ച് മുഖ്യമന്ത്രിയെ കാണാൻ വരുന്നതും മന്ത്രിമാരെ അവർക്ക് ഇഷ്ടമുള്ള സമുദായ നേതാക്കളെ കാണാൻ പോകുന്നതും, ക്ഷണിച്ചാൽ വി.ഡി. സതീശനും ക്ഷണിച്ചാൽ ഒരു പക്ഷേ പോയെന്നിരിക്കും. ഇപ്പോൾ മറ്റു 2 പേര് പോയാലും ബിന്ദു കൃഷ്ണ പറഞ്ഞാൽ മതി, SNDP യോഗം ജനറൽ സെക്രട്ടറിയെ കാണാൻ മതി, ഇന്ന കാര്യത്തിലാണെന്ന് പറഞ്ഞാൽ ആ വിഷയം തീർന്നു. അപ്പോൾ അത് ഞാൻ അത്ര അതിൽ കാണുന്നുള്ളൂ. ഉള്ളൊന്നൊരു ഗൗരവമായിട്ട് ഞാൻ കാണുന്നില്ല. ശ്രീ KS അരുൺകുമാർ, ഗൗരവത്തോടെ കാണുന്നില്ല, അതുകൊണ്ട് കോൺഗ്രസ് അവരുടെ പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിടുന്നില്ല എന്ന്
ശ്രീ എൻ ശ്രീകുമാർ പറയുന്നു. സമാനമായ സന്ദർഭങ്ങളിൽ ശ്രീ എൻ ശ്രീകുമാറൊക്കെ എന്ത് നിലപാടെടുത്തിട്ടുള്ളതാണ് എന്ന് പൊതുമധ്യത്തിൽ നമുക്കറിയുന്നതാണ്. അന്ന് ഇതിനേക്കാൾ ഉറച്ച ശബ്ദമായിരുന്നു അദ്ദേഹത്തിന്. CPM-ന്റെ പ്രതിനിധികൾ ഒളിച്ചോടുന്നു, കോൺഗ്രസ്സുകാർ വന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലടക്കം ഏറ്റവും ശക്തമായി എൻ ശ്രീകുമാർ അടക്കം പറഞ്ഞത് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഉണ്ട്, അത് CPM കണ്ടുപഠിക്കണമെന്നായിരുന്നു. ഇപ്പൊ ഇത് ഗൗരവമുള്ള വിഷയമല്ല എന്ന് പറയുന്നു. ഗൗരവമുള്ള വിഷയമല്ല എങ്കിൽ കോൺഗ്രസിന്റെ വക്താവ് തന്നെ ഇത് ഉന്നയിക്കുമോ? ഇപ്പൊ VR അനൂപ് വക്താവാണല്ലോ. അദ്ദേഹം ഈ തുഷാർ വെള്ളാപ്പള്ളി സതീശനെ കണ്ട വിഷയത്തിലായാലും ഇപ്പൊ ഈ പറയുന്ന തുളസിയുടെയും ബിന്ദുവിന്റെയും കാര്യത്തിലായാലും ഒക്കെ ആവർത്തിച്ച് പ്രതികരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഗൗരവത്തോടെ അവരുടെ വക്താവ് തന്നെ കണ്ടൊരു വിഷയം ആ പാർട്ടി ഗൗരവത്തോടെ കാണുന്നില്ല എന്നത് എങ്ങനെയാണ് നമുക്ക് അങ്ങനെ തന്നെ വിഴുങ്ങാൻ കഴിയുക? പിന്നെ കൂടാതെ ഈ തുളസിയുമായി ബന്ധപ്പെട്ട ശ്രീ എൻ ശ്രീകുമാറിന്റെ വ്യാഖ്യാനം കേട്ടില്ലേ? അത് സ്ഥാപന ഉടമയെ പോയി കണ്ടുവന്ന്. സ്വന്തം വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ ഒരു കുഴപ്പവുമില്ല. മന്ത്രി ആയതിനു ശേഷം, അതിന് മുൻപാണെങ്കിലും ഇതിൽ കുഴപ്പമില്ല. അതല്ലാതെയുള്ള കൂടിക്കാഴ്ചകൾക്കൊക്കെ മറ്റ് അർത്ഥവും വ്യാഖ്യാനവും ഉണ്ടാകും. അത് ആ പദവിയുടെ ദുരുപയോഗം കൂടിയാണ്. അപ്പൊ ശ്രീ എൻ ശ്രീകുമാർ പറയുന്ന വഴിക്ക് തന്നെ നിസ്സാരമായ വിഷയങ്ങളാണോ ഇതെല്ലാം? ശ്രീ എൻ ശ്രീകുമാർ അടക്കമുള്ളവർ ഓന്തിനെ നാണിപ്പിക്കുന്ന വിധം നിറം മാറുന്നത് നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ 10-15 ദിവസമായി കേരള രാഷ്ട്രീയത്തിലെ പലരും നിറം മാറുന്നതും നിലപാട് മാറ്റുന്നതുമെല്ലാം നമ്മൾ നിരവധി കാണുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷം തുടർച്ചയായി എന്തൊക്കെയാണോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് വിഴുങ്ങി തിരുത്തി പറയുന്നതും അന്നെടുത്ത നിലപാടിന് പരസ്പര വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതുമെല്ലാം നമ്മൾ കാണുന്നു. ഒരു സമുദായ സംഘടനയുടെയും തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞവർ നേരത്തെ തന്നെ പല സമുദായ നേതാക്കന്മാരും പറഞ്ഞു, ഈ തിണ്ണയിൽ വന്നിരുന്ന് ഇത്ര നേരം നിരങ്ങിയിട്ടാണ് പോയത് എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു നിലപാട് സ്വീകരിക്കുക, ആ നിലപാടിലൂടെ ഒരു പക്ഷത്തിന്റെ വോട്ട് ആർജിക്കുക, എന്നാൽ മറുപക്ഷവുമായി ആ നിലപാടെടുത്തു എന്നിരുന്നാൽ പോലും എല്ലാ തരത്തിലുള്ള അന്തർധാര സജീവമാക്കുക. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ക്ഷീര ആശംസകൾ പറയുന്ന ഒരു മന്ത്രിയെ നമ്മൾ കാണുകയാണ്. പണ്ട് KV തോമസിനോട് കേരള ഹൗസിൽ വെച്ചൊരു ചോദ്യം ചോദിച്ചപ്പോൾ, കേന്ദ്രമന്ത്രിയായിട്ട് ചർച്ച ചെയ്ത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പുട്ടും കടലയും കഴിച്ചു എന്ന് പറഞ്ഞതിന് എത്ര ദിവസമാണ് ഇവിടെ വലിയ ലൈവ് വാർത്തയായി നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധികൾ ചർച്ച ചെയ്തത്. ഇപ്പോൾ ഞാൻ കണ്ടത് ഇന്ന സമുദായ നേതാവിനെയാണ്, മന്ത്രി എന്ന നിലയിലാണ് കണ്ടത് എന്ന് പറഞ്ഞാൽ എത്ര ബഹുമാനത്തോടെ ആ വിഷയം തീരും? ഇതിപ്പോ സമുദായ നേതാക്കന്മാരെയും അപമാനിക്കുകയാണ്. കണ്ടോ, എന്തിനാണ് കണ്ടത്, അല്ലെങ്കിൽ എന്നെ ആവശ്യം എന്ന് പറയുന്നതിന് പകരം ക്ഷീരദിനാശംസകൾ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് പോകുന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഇവരെല്ലാം തെരഞ്ഞെടുപ്പ് സമയത്ത് ചില പ്രതീതികൾ ഉണ്ടാക്കുന്നു. ആ പ്രതീതി ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതീതിയായിട്ട് മാറ്റുകയാണ്. ആ നിലപാടിനെതിരെ അവസരവാദ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ മാത്രമാണ് ഞങ്ങൾ അതാത് സമയത്ത് സ്വീകരിച്ചത് എന്ന് കാണുകയാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു സമുദായ സംഘടനാ നേതാക്കളെ പോയി കാണുന്നതിനും അല്ലെങ്കിൽ മന്ത്രിയായതിനു ശേഷം അങ്ങോട്ട് പോയി അഭിനന്ദനം ഏറ്റുവാങ്ങുന്നതും നന്ദി പറയുന്നതും വലിയ തെറ്റായിട്ട് ആരും ഇവിടെ ചിത്രീകരിക്കുന്നില്ല. പക്ഷെ ഇവരെടുത്ത നിലപാട് എന്താണ്? തെരഞ്ഞെടുപ്പ് വരെ എടുത്ത നിലപാട് എന്താണ്? ആ നിലപാട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പൂർണ്ണമായി അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത് നാം കാണുകയാണ്. ഇവിടെ ഇൻട്രോയിൽ പറഞ്ഞു, ഇതുവരെ VD സതീശൻ എന്നറിയപ്പെട്ടയാൾ മേനോൻ സതീശൻ എന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാഹചര്യവും അതിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന ചർച്ചകളും എല്ലാം നമ്മൾ കണ്ടു. അപ്പൊ കോൺഗ്രസിന് എന്തുമാകാം, മറ്റൊരു പ്രസ്ഥാനങ്ങളും ഒരഭിപ്രായവും ഇത്തരം കാര്യങ്ങളിൽ എടുക്കാൻ പാടില്ല. എത്രയോ നുണപ്രചരണമാണ് നടത്തിയത്. ന്യൂനപക്ഷത്തിനെതിരാണ് ഇടതുപക്ഷ സർക്കാർ, ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നു, വെള്ളാപ്പള്ളിയെ വലിയ തരത്തിൽ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ കാറിൽ കയറിയ വിഷയവുമെല്ലാം കൃത്യമായി അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വിശദീകരിച്ചു. ഒരേ ഗസ്റ്റ് ഹൗസിൽ നിന്ന് 200 മീറ്റർ അപ്പുറത്തുള്ള ഒരേ വേദിയിലേക്ക് പോകുന്നു. അപ്പോൾ 2 കാർ പോകേണ്ടതില്ല, ഒരു കാറിൽ പോകാം എന്ന തീരുമാനമാണ് എടുത്തത്. ഇത്രയും പ്രായമുള്ള ഒരാൾ എന്നൊരു നിലപാട് സ്വീകരിച്ചപ്പോഴൊക്കെ നിശ്ചിതമായിട്ട് വിമർശിച്ചവർ ഇപ്പൊ നേരെ പോയി കാണുന്നതും തൊഴുവുന്നതും മണിക്കൂറുകൾ ചെലവഴിക്കുന്നതും എല്ലാം നാം കാണുകയാണ്. അപ്പോ ഈ ഇത്തരം ഇരട്ടത്താപ്പുകൾ ഓരോ ദിവസവും ഇനി പുറകെ വരും. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള നിലപാട് അവർ സ്വീകരിച്ചതെന്ന് പറഞ്ഞാൽ, ഭൂരിപക്ഷത്തിന്റെ വോട്ട് സംരക്ഷിക്കണം, അതോടൊപ്പം തന്നെ ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടണം. മറിച്ച് നിലപാട് സ്വീകരിക്കുമ്പോഴും എല്ലാ തരത്തിലും വോട്ട് ബാങ്കായിട്ട് പ്രയോജനപ്പെടുത്താനും അവസരവാദ നിലപാടിലൂടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയിക്കുക എന്നത് മാത്രമായിരുന്നു ഇവർ സ്വീകരിച്ച നിലപാടെന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ തെളിയുന്ന സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ പല ചർച്ചകളിലും ഇനി കോൺഗ്രസ് പ്രതിനിധിയെ വിടാൻ കഴിയില്ല. കാരണം അവരെടുത്ത നിലപാടുകളെല്ലാം, ഇപ്പൊ ഇന്ന് തന്നെ ഒരു ആശുപത്രിയിൽ ഡോക്ടറെ തന്നെ പാമ്പ് കടിക്കുന്ന സാഹചര്യം ഉണ്ടായി. പണ്ട് കണ്ടം ചെയ്ത, ഇനി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ കെട്ടിടത്തിന്റെ ഒരു റൂം, ബാത്റൂം പൊളിഞ്ഞു ചാടി ഒരു മരണം സംഭവിച്ച സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ടായി. എത്ര നിശ്ചിതമായിട്ടുള്ള വിമർശനമായിരുന്നു. ഇപ്പൊ ഡോക്ടറെ തന്നെ ആശുപത്രിക്കുള്ളിൽ വെച്ച് പാമ്പ് കടിക്കുന്നു. സ്കൂൾ തുറന്ന ദിവസം സ്കൂൾ ഇടിഞ്ഞാടുന്നു. പല സംഭവങ്ങളും ഇനിയുണ്ട്. ഇതിലൊന്നും കോൺഗ്രസ് പ്രതിനിധികൾക്ക് വരാൻ പറ്റാത്ത, നിലപാട് വ്യക്തമാക്കാൻ പറ്റാത്ത സാഹചര്യം വരും. അതുകൊണ്ട്
അതുകൊണ്ട് ശ്രീ വേണുഗോപാലിനെ ഉള്ള ആളുകൾക്ക് നിലപാട് കൂടുതൽ പറയേണ്ട സാഹചര്യം, അല്ലെങ്കിൽ കൂടുതൽ ചർച്ചയിൽ പങ്കെടുക്കേണ്ട ഒരു അവസരമാണ് ഇനി വരുന്നതെന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ ശ്രീകുമാറിനെ കൂട്ടുള്ളവർക്ക്. ശരി 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 ശ്രീ വി മനുപ്രസാദിലേക്ക് വരാം. ശ്രീ സണ്ണീം കവിക്കാടും ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. മനുവിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ സണ്ണീം കവിക്കാട്, താങ്കൾക്ക് കേൾക്കാമോ സർ? ശ്രീ സണ്ണീം കവിക്കാട്, ഈ 3 മന്ത്രിമാർ സമുദായ നേതാക്കന്മാരെ പോയി കണ്ടത്, തുഷാർ വെള്ളാപ്പള്ളി വന്ന് വി ഡി സതീശനെ കണ്ടത്, ഇതിനെ താങ്കൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? മന്ത്രിമാർ പോയി ഈ സമുദായ നേതാക്കളെയോ ഇതര സ്ഥാപന നേതാക്കളെയോ കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്, ഞാൻ അങ്ങയിലേക്ക് വരാം. കേൾക്കാൻ കഴിയുന്നില്ല എന്നാണ് എൻ്റെ മനസ്സിലാക്കല്. പറഞ്ഞോളൂ സാർ. മന്ത്രിമാർ പോയി കേരളത്തിലെ ഏതെങ്കിലും സമുദായ നേതാക്കളെ കാണുന്നതിൽ വലിയ അപകടമുണ്ടെന്ന് വിചാരിക്കേണ്ട യാതൊരു കാര്യമില്ല. ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ രാഷ്ട്രീയ നേതാക്കൾ പോയി സമുദായ നേതാക്കളുമായി ശ്രീ സണ്ണീം കവിക്കാട്, അങ്ങയിലേക്ക് വരാം. അത് ശബ്ദം വ്യക്തമല്ല, അതൊന്ന് ശരിയാക്കിയതിനു ശേഷം അങ്ങയിലേക്ക് വീണ്ടും വരാം. ദയവേത് ഒന്ന് കാത്തിരിക്കുക, അങ്ങയിലേക്ക് വീണ്ടും വരാം. ശ്രീ മനുപ്രസാദ്, ഇവിടെ ഈ കോൺഗ്രസിന്റെ മന്ത്രിമാർ ഇങ്ങനെ സമുദായ നേതാക്കന്മാരെ പോയി കണ്ട് കൈകൂപ്പി ആശീർവാദം വാങ്ങുന്നത് എന്തു മാറ്റമായാണ് നിങ്ങൾ കാണുന്നത്? CPM ഈ കാര്യത്തിൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന വിമർശനങ്ങളുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിന് മുൻപ് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്ത് നിർത്താൻ വേണ്ടി ഈ വിഭാഗങ്ങളോട് മുഴുവൻ അകലം പാലിക്കുന്നതായി നടിക്കുന്നു. അതിനുശേഷം പിന്നീട് അന്തർധാര സജീവമാക്കാനുള്ള തിരക്കിട്ട ശ്രമങ്ങൾ നടക്കുന്നു. ആ രാഷ്ട്രീയ വിമർശനത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, കേരളത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇപ്പോൾ കാണുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായ നേതാവിൻ്റെ വീട്ടിലേക്ക് കോൺഗ്രസിൻ്റെ ഒരു മന്ത്രി പോകുന്നത് എങ്ങനെയാണ് ഇത്ര വാർത്തയാകുന്നത് എന്നുള്ളിടത്ത് തന്നെയാണ് അതിൻ്റെ ഉത്തരവ് നിലനിൽക്കുന്നത്. കാരണം എന്താണ്? അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ഇത്തരം സമുദായ നേതാക്കൾ അടുത്ത് പോയാൽ, അവരെ കണ്ടാൽ, അവരോട് സംസാരിച്ചാൽ, അവരെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ചില മതവിഭാഗങ്ങളിൽപ്പെട്ട ചില വിഭാഗങ്ങൾ, മതങ്ങളെ മൊത്തത്തിലല്ല ഞാൻ പറയുന്നത്, ചില വിഭാഗങ്ങളുടെ ചില സംഘടനകളുടെ കൂട്ടത്തിലുള്ള വോട്ട് ഞങ്ങൾക്ക് കിട്ടാതെ പോകും, ചില സ്ഥലങ്ങളിൽ ലീഗ് പരാജയപ്പെട്ടു പോകുമോ, ലീഗിൻ്റെ വോട്ട് കിട്ടാതെ പോകുമോ എന്നുള്ള ഒരു അർത്ഥത്തിൽ ഇവരെയെല്ലാം കാണാതിരിക്കുന്ന സാഹചര്യമുണ്ടായി. എത്രമാത്രം മലീമസമായ ഒരു അന്തരീക്ഷത്തെയാണ് ഈ കേരളത്തിൽ കോൺഗ്രസ് സൃഷ്ടിച്ചതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെയുള്ള ഏത് ഭീകരവാദിയുടെ അടുത്തും ഒരു മടിയുമില്ലാതെ പോകാൻ തയ്യാറെടുക്കുന്നവർ, ഏത് ഭീകരവാദിയുടെ വോട്ടും നേരിട്ട് പോയി ചോദിക്കാൻ മടിയില്ലാത്തവർ, ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിൽ നേരിട്ട് മത്സരിക്കാൻ ഒരു ഭയവുമില്ലാത്തവർ, ഇവിടെ വെള്ളാപ്പള്ളി നടേശനെയും ഈഴവ സമുദായത്തെയും ഓരോ സമുദായ നേതാക്കളെയും അവരെ അവഗണിച്ചു എന്ന് മാത്രമല്ല, ആക്ഷേപിക്കാനും കടന്നാക്രമിക്കാനും അവർക്കെതിരെ പലതരത്തിലുള്ള അശ്ലീല പരാമർശങ്ങൾ നടത്താനും കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉറഞ്ഞു തുള്ളിയത് ഈ കേരളത്തിൽ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്ത് ഒരു മന്ത്രി പോയത് ഞാൻ അദ്ദേഹത്തെ എന്തിനെങ്കിലും കാണാൻ വന്നു എന്ന് പറയാൻ പറ്റുന്നില്ല. എന്തിനു പോയി എന്ന് ചോദിച്ചാൽ ഒരു മന്ത്രിക്ക് ആർജവത്തോടു കൂടി കോൺഗ്രസിൻ്റെ മന്ത്രിക്ക് പറയാൻ സാധിക്കുന്നില്ല ഞാൻ എന്തിനിവിടെ വന്നു എന്നുള്ളത്. പരിഹാസ രൂപേണ ഇറങ്ങി പോവുകയാണ്, ഉത്തരം പറയാതെ പുറത്തേക്ക് പോവുകയാണ്. ഇത് പോയിട്ട് വീണ്ടും ഇത്തരം ആളുകളെ കളിയാക്കുന്നതിന് തുല്യമാണ്. ഈ സമൂഹത്തിൽ വിഭജനമുണ്ടാക്കാൻ പരിശ്രമിക്കുന്നത് ആര് എന്ന് ഇന്ന് നന്നായി മനസ്സിലാക്കിയിരിക്കുകയാണ്. തങ്ങളുടെ സീറ്റിന് വേണ്ടി, തങ്ങൾക്ക് വോട്ടിന് വേണ്ടി തങ്ങൾ എന്തും പറയുമെന്ന് കോൺഗ്രസ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷം മുൻപേ തന്നെ ഈ നിലപാടുകൾ സ്വീകരിച്ചിരുന്നവരാണ്. ഇതിന് കോൺഗ്രസിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, എന്താണ് അങ്ങ് ജയിക്കാൻ വേണ്ടി നടത്തിയത് എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്, എന്താണോ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അദ്ദേഹം ചെയ്തത് അത് ഞാൻ ഒന്ന് പഠിച്ചു, അതിനുശേഷം ഞാനത് ആവർത്തിച്ച് ഈ കാലഘട്ടങ്ങളിൽ ചെയ്തു എന്നുള്ളതാണ്. അതായത് സമൂഹത്തിൽ വിഭജനമുണ്ടാക്കാൻ, ഒരു വിഭാഗത്തിൻ്റെ വോട്ട് സംഘടിതമായി നേടുന്നതിന് വേണ്ടി മറ്റൊരു വിഭാഗത്തിലെ മതവിഭാഗത്തിലെ സമുദായ നേതാക്കളെ എന്തും പറയുക, ആക്ഷേപിക്കുക, അപമാനിക്കുക, അവഹേളിക്കുക, വോട്ട് വാങ്ങുക, വിജയത്തിലേക്ക് എത്തുക, അതിനുശേഷം ചില ചെപ്പടി വിദ്യകൾ കാണിക്കുക എന്നുള്ളതാണ്. എന്തു പ്രശ്നമാണ് വെള്ളാപ്പള്ളി നടേശനെ കണ്ടാൽ ഹലോ പറഞ്ഞു പൂർത്തിയാക്കിക്കോളൂ മനുപ്രസാദ്.
അല്ല, എന്തു പ്രശ്നമാണ് വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും ഒക്കെ ആ സമുദായത്തിൽപ്പെട്ട ആളുകളെയൊക്കെ നേരത്തെ തന്നെ കണ്ടാൽ ഉണ്ടാകാൻ പോകുന്നത്? ഇപ്പോൾ കാണുമ്പോൾ ഞങ്ങൾ വിമർശനം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇവർ ആക്ഷേപിച്ചതിന് മാപ്പ് പറയുന്നുണ്ടോ പരസ്യമായിട്ട്? വർഗീയവാദിയാണെന്നും വിഷവിത്താണെന്നും അങ്ങേയറ്റം ഈഴവ സമുദായത്തിൽപ്പെട്ട പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ നേതാവായിട്ടുള്ളൊരു മനുഷ്യനെ ഒരു മടിയുമില്ലാതെ അവർ നിലപാട് എന്തു തന്നെയായാലും വർഗീയതയ്ക്കെതിരെ ആയിരിക്കും എന്നൊരു മേമ്പൊടി ചാർത്തി ഒരു വിഭാഗത്തിലുള്ളവരെ എല്ലാം ആക്ഷേപിച്ചപ്പോൾ ഒരു ദയവും ഇവർക്കുണ്ടായിരുന്നില്ല. അത് പറയുമ്പോൾ ആ നിലപാട് എന്ന് ഉറക്കെ പറയുമ്പോഴും ജമാഅത്ത് ഇസ്ലാമിയെ കക്ഷത്ത് ചേർത്ത് വെച്ചുകൊണ്ടാണ് വി.ഡി. സതീശനും കൂട്ടരും ഈ നാട്ടിൽ പ്രചരണം നടത്തിയത്. അപ്പോൾ ഇതൊക്കെ തുറന്നു കാണിക്കപ്പെടുന്ന ഒരു അവസരമാണിത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി, മനുപ്രസാദ് പറഞ്ഞു വരുമ്പോൾ ആദ്യഘട്ടത്തിൽ ഗംഭീരമായി പറയുകയുണ്ടായല്ലോ, ഈ ഭീകരന്മാരുമായിട്ടുള്ള ചർച്ച നടക്കുകയുണ്ടായി എന്ന്, ഭീകരന്മാരെ പിന്തുണയ്ക്കുന്ന നിലപാടുണ്ടായി എന്ന് ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറഞ്ഞത്. അങ്ങേക്കറിയുന്നതാണ് RSSും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ നടന്ന ചർച്ചയെ പറ്റി. അതിനെപ്പറ്റി അന്നത്തെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ജനറൽ സെക്രട്ടറി ആരിഫ് അലി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. RSS പ്രതിനിധികളും രാജ്യത്തെ പ്രമുഖ മുസ്ലിം സംഘടനകളുടെ പ്രതിനിധികളും ബുദ്ധിജീവികളും തമ്മിൽ ചർച്ച നടത്തി എന്നത് ശരിയാണ്. ജംഇയ്യത്തുൽ ഉലമായെ ഹിന്ദ്, ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ്, ദാറുൽ ഉലൂം ദയൂബന്ദ്, അജ്മീർ ദർഗ, ചില ഷീഇ സംഘടനാ പ്രതിനിധികളുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. RSS മുൻകൈയെടുത്ത് ആണ് ചില ബ്യൂറോക്രാറ്റുകൾ വഴി ഇത്തരമൊരു ചർച്ച നടന്നിരിക്കുന്നത് ജനുവരി 14 എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവര് ഭീകരവാദികളാണോ അല്ലയോ എന്ന ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ M.N. കാരശ്ശേരി, ഇവിടെ അല്ല വേണു, സമുദായ നേതാക്കന്മാരെ ഇപ്പോൾ കണ്ടാൽ എന്താണ് കുഴപ്പം? വരാമനുപ്രസാദ് വരാം. M.N. കാരശ്ശേരി, ഇവിടെ ഇപ്പൊ വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടാൽ എന്താണ് കുഴപ്പമെന്നാണ്. ഇത് സതീശന്റെ യുക്തിയാണ്. സതീശനാണ് പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപാണ് പോകുന്നതെങ്കിൽ തിണ്ണ നിരങ്ങൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് വോട്ട് കിട്ടില്ല, വോട്ട് കിട്ടേണ്ട സാഹചര്യവും ഇല്ലാതെ വരുമ്പോൾ തിണ്ണ സന്ദർശനം. അപ്പോ ഇതെല്ലാം അവസരവാദപരമായ നിലപാടാണോ? അവിടെയാണ് മനുപ്രസാദിന്റെ ചോദ്യം പ്രസക്തമാകുന്നത്. നേരത്തെ വർഗീയവാദികളെന്ന് ഇതേ സമുദായ നേതാക്കന്മാരെ അധിക്ഷേപിച്ചെങ്കിൽ അതിൽ തിരുത്തൽ വരുത്തുകയോ അല്ലെങ്കിൽ അതിലൊരു വ്യക്തത വരുത്തുകയോ ചെയ്യാതെ ക്ഷീരദിനാശംസകൾ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് എന്ത് രാഷ്ട്രീയമാണ്? വേണു, ബിന്ദു കൃഷ്ണ, തുളസി എന്ന് 2 മന്ത്രിമാർ വെള്ളാപ്പള്ളി നടേശനെ ചെന്ന് കണ്ടത് അങ്ങേയറ്റം അനുചിതമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെള്ളാപ്പള്ളി നടേശനെ SNDPയുടെ സെക്രട്ടറി മാത്രമായിട്ടോ ഒരു സമുദായത്തിൻ്റെ നേതാവ് മാത്രമായിട്ടോ കാണാൻ പറ്റില്ല. അദ്ദേഹം കഴിഞ്ഞ 10 കൊല്ലമായി വളരെ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം പിണറായി സർക്കാരിൻ്റെ ഭാഗമായിരുന്നു. ആ തരത്തിലാണ് അദ്ദേഹം പെരുമാറിയതും സംസാരിച്ചതും മുഴുവൻ. 3ാം പിണറായി സർക്കാർ വരണം എന്നാഗ്രഹിച്ച ഒരാളാണ് അദ്ദേഹം. അതിനുവേണ്ടി അദ്ദേഹത്തിന് ആരെയൊക്കെ എങ്ങനെയൊക്കെ ആക്ഷേപിക്കണോ അങ്ങനെയൊക്കെ ആക്ഷേപിച്ച ഒരാളാണ്. അതിന് ആൾക്കാർ മറുപടി പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി നടേശനെ ചെന്ന് കാണുമ്പോൾ ഇലക്ഷന് മുമ്പും ഇലക്ഷന് ശേഷവും എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം? ഒന്ന് വോട്ട് കിട്ടാനാണ്. ഇനി അവർക്ക് ഭരണം കിട്ടി, ആ കിട്ടിയ ഭരണത്തിന് അദ്ദേഹത്തിൻ്റെ പിന്തുണ വേണമെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ബിന്ദു കൃഷ്ണയുടെ ചിത്രം ഞാൻ കണ്ടത് യഥാർത്ഥ ചിത്രമാണെങ്കിൽ അവർ കുനിഞ്ഞു നിൽക്കുന്നു, തൊഴുന്നു, അദ്ദേഹം അനുഗ്രഹിക്കുന്നതാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലെ പലതരത്തിൽ അനഭിമതനായ ഒരാൾ, ആ സംഘടനയെ പറ്റിയല്ല ഞാൻ പറയുന്നത് അദ്ദേഹം എപ്പോഴും ആളുകളെ അധിക്ഷേപിക്കുകയും സമുദായങ്ങളെ അധിക്ഷേപിക്കുകയും പ്രദേശങ്ങളെ അധിക്ഷേപിക്കുകയും പിന്നെ BJPക്ക് വേണ്ടി ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അധിക്ഷേപിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ വിചാരിച്ചാൽ ആ ജയിപ്പിക്കണം എന്ന് പറഞ്ഞ ആളുകളെ ജനങ്ങൾ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ ആളുകളെ ജനങ്ങൾ ജയിപ്പിക്കുകയും ചെയ്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിക്കും UDFനും, അതായത് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് ജനങ്ങളുടെ ഇടയിലെ വിശ്വാസ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന, അവരെപ്പറ്റി സംശയം ഉന്നയിക്കാൻ സഹായകമായൊരു പണിയാണ് ബിന്ദു കൃഷ്ണയും തുളസിയും എടുത്തത്. അതുകൊണ്ടാണ് അവർക്ക് അതിന് കൃത്യമായി മറുപടി പറയാൻ പറ്റാത്തത്. നേരത്തെ പഠിച്ച അല്ലെങ്കിൽ പഠിപ്പിച്ച സ്ഥാപനത്തിലെ മേലധികാരി എന്നുള്ള നിലയ്ക്ക് ഒരാളെ ചെന്ന് കണ്ടു എന്നൊക്കെ എൻ്റെ സുഹൃത്ത് ശ്രീകുമാറിന് വിശദീകരിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം, ഇവരൊന്നും ഒരു സമുദായ നേതാക്കന്മാരല്ല, വേറെ ഒരു കളത്തിൽ പാർട്ടിക്കാർക്ക് വേണ്ടി കളിക്കുന്ന ആളുകളാണ്.
വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവരുത് എന്നിവർ രണ്ടുപേരും പറഞ്ഞല്ലോ. അവർക്ക് പറയാൻ അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ? സ്വാതന്ത്ര്യമുണ്ട്. കാന്തപുരം ഗ്രൂപ്പും അങ്ങനെ പറഞ്ഞു. അവർക്കൊക്കെ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് വരും സമുദായ നേതാക്കന്മാർ മാത്രമാണ് എന്ന് അവരെ നിഷ്കളങ്കരാക്കി നിർത്തരുത്. പിന്നെ ഞാൻ കാണുന്നൊരു കാര്യം, വി.ഡി. സതീശനെ തുഷാർ വെള്ളാപ്പള്ളി ഇങ്ങോട്ട് വന്ന് കണ്ടത് ഈ കൂടത്ത് പറയാൻ പറ്റില്ല. കാരണം അങ്ങോട്ട് ചെന്ന് കാണുന്ന പോലെയല്ല ഇങ്ങോട്ട് വരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ആര് കാണണമെന്ന് പറഞ്ഞാലും അദ്ദേഹം നിവൃത്തിയുണ്ടെങ്കിൽ സമയമുണ്ടാക്കി കാണേണ്ടതാണ്. അതാണ് ജനാധിപത്യം. ഈ സമയത്ത് ഞാൻ ഓർക്കുന്ന ഒരു ചെറിയ കഥ പറയാം. വേണു 1957 പത്തനംതിട്ട മണ്ഡലം എന്നാണ് എൻ്റെ ഓർമ്മ, തോപ്പിൽ ഭാസി മത്സരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അവിടെ ധാരാളം നായന്മാരുടെ വോട്ടുണ്ട്, നിങ്ങളൊന്ന് മന്നത്ത് പത്മനാഭനെ കണ്ടേക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തോപ്പിൽ ഭാസി പറഞ്ഞു, എനിക്കൊരു നായരുടെയും വോട്ട് വേണ്ട. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയാണ്. അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് 57. ഈ വിവരം മന്നം അറിഞ്ഞു. എനിക്കൊരു നായരുടെയും വോട്ട് വേണ്ട എന്ന് തോപ്പിൽ ഭാസി പറഞ്ഞു എന്ന് മന്നം അറിഞ്ഞു. മന്നം പറഞ്ഞു, അവനൊരു തന്തയ്ക്ക് പറഞ്ഞ നായര, നമ്മൾ അവന് വോട്ട് ചെയ്യും എന്ന്. NSSകാർ വോട്ട് ചെയ്തു. അതുകൊണ്ടാണോ എന്ന് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. ഏതായാലും ആ മത്സരത്തിൽ തോപ്പിൽ ഭാസി ജയിച്ചു. അങ്ങനെ പറയുന്ന രാഷ്ട്രീയക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ഇങ്ങോട്ട് വന്ന് കാണുന്നതും അങ്ങോട്ട് പോയി കാണുന്നതും തുല്യമാണ് എന്നെടുക്കരുത്. ഞാൻ അതിന് വളരെ പഴയ ഒരു മുഹമ്മദ് നബിയുടെ വചനം പറയാം. സുൽത്താനെ ചെന്ന് കാണുന്ന സൂഫിയും സൂഫിയെ ചെന്ന് കാണാത്ത സുൽത്താനും ചീത്തയാണ് എന്ന് അദ്ദേഹം പറയും. സുൽത്താനെ ചെന്ന് കാണുന്ന സൂഫിയും സൂഫിയെ ചെന്ന് കാണാത്ത സുൽത്താനും ചീത്തയാണ്. അപ്പോൾ ഭരണാധികാരികളെ അങ്ങോട്ട് ചെന്ന് കാണുക എന്ന് പറയുന്നത് ഒരു കാര്യം വേറെ, അവർ ഇങ്ങോട്ട് വരുമ്പം കാണുക എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ വി.ഡി. സതീശൻ നാളെ വെള്ളാപ്പള്ളിയുടെ അടുത്ത് പോവല്ലേന്ന് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി കാണണം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നാൽ എനിക്ക് നേരമില്ല എന്ന് പറയുന്നതല്ല ജനാധിപത്യം. വരൂ, ഇരിക്കൂ, എന്താണ് എന്ന് ചോദിക്കുന്നതാണ് ജനാധിപത്യം. പിന്നെ ഒരു കാര്യം ചർച്ച ചെയ്യാൻ ആരെ കാണുന്നതും തെറ്റല്ല. പക്ഷേ എന്തെങ്കിലും കാര്യം ചർച്ച ചെയ്യാനല്ല ബിന്ദു കൃഷ്ണയും തുളസിയും ഈ സമുദായ നേതാക്കന്മാരുടെ അടുത്ത് പോയത് എന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഒരു മറുപടി അറിയാത്തത്. അതുകൊണ്ടാണ് ഞാനത് അനുചിതമാണ് എന്നും ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിലും ഈ മന്ത്രിമാരിലും ഉള്ള വിശ്വാസം നശിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അത് എന്നും പറഞ്ഞത്. ശരി, സണ്ണിയം കബിക്കാട് ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹത്തോട് ഞാൻ വീണ്ടും ഒന്ന് കാത്തിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എനിക്കൊരു ഇടവേളയിലേക്ക് വേഗം പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം സണ്ണിയം കബിക്കാട് അടക്കമുള്ള മറ്റതിഥികളിലേക്ക്. തിണ്ണനിരങ്ങുന്ന മന്ത്രിമാരോ ബിഗ് ഡയലോഗ് തുടരുന്നു. ശ്രീ സണ്ണിയം കബിക്കാട്, അങ്ങേക്ക് കേൾക്കാമെന്ന് കരുതുന്നു. ഇവിടെ ഇപ്പോൾ ഈ സമുദായ നേതാക്കന്മാരെ തെരഞ്ഞെടുപ്പിന് ശേഷം പോയി കണ്ടതിൽ എന്താണ് അപാകത എന്ന സതീശന്റെ രാഷ്ട്രീയ യുക്തിയാണ് ഈ മന്ത്രിമാരെ എല്ലാം ഇങ്ങനെ തിണ്ണനിരങ്ങാൻ ഇപ്പോൾ പ്രേരിപ്പിക്കുന്നത് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കൂടാതെ ഒരു കാര്യം കൂടി, ഇവിടെ ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളി ഒരു സമുദായ സഖ്യം വീണ്ടും ഉണ്ടാക്കാൻ ശ്രമിക്കുകയുണ്ടായല്ലോ. ആദ്യഘട്ടത്തിൽ അദ്ദേഹം സമാനമായൊരു നീക്കം നടത്തിയപ്പോൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം നമുക്കറിയുന്നതാണ്. അത് നാടോടി മുതൽ നമ്പൂതിരി വരെ എന്നതായിരുന്നു. പക്ഷെ പുതിയ സാഹചര്യത്തിൽ അത് ഒഴിവാക്കിയിട്ട് നാടോടി മുതൽ നസ്രാണി വരെ എന്ന് മാറ്റുകയുണ്ടായി. തവനൂർ കേരളത്തിന് നൽകിയ രാഷ്ട്രീയ പാഠം എന്താണ്? 2% താഴെ മാത്രമേ ഉള്ളൂ അവിടെ ക്രിസ്ത്യൻ സമൂഹം. പക്ഷെ അവിടെ നിന്ന് ജയിച്ച സ്ഥാനാർത്ഥിയുടെ പേര് ജോയി എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള വലിയ രാഷ്ട്രീയ പാഠം നൽകിയ ഒരു തെരഞ്ഞെടുപ്പ്, ഈ സമുദായ നേതാക്കന്മാർ രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയപ്പോൾ അവരെ രാഷ്ട്രീയ ശൂന്യതയിലേക്ക് നാട് കടത്തിയ ഒരു നാട്, ആ നാടിൻ്റെ രാഷ്ട്രീയ ബോധത്തെ വെല്ലുവിളിക്കുകയാണോ ഇങ്ങനെ തിണ്ണനിരങ്ങുന്ന മന്ത്രിമാർ? ഇതിനകത്ത് നമ്മൾ വ്യത്യസ്തമായ രണ്ട് സാഹചര്യങ്ങളെ കാണേണ്ടതുണ്ട്. ഈ കേരളത്തിലെ സമുദായ നേതാക്കളുടെ പിന്തുണയും ആശീർവാദവും ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ രാഷ്ട്രീയമായ വിജയം സാധ്യമാകൂ എന്നതിനെ കുറേ നാളുകളായത് മാറ്റി എഴുതുന്നുണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി നേതാവായിരുന്ന വി.ഡി. സതീശൻ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വരികയുണ്ടായി. അപ്പോൾ അത് ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു നിലപാടാണെന്ന് പ്രഖ്യാപിച്ചു. ഇപ്പോൾ അതിനുശേഷം ഗവൺമെന്റ് രൂപീകരിക്കുന്നു. ഗവൺമെന്റ് രൂപീകരിച്ചു കഴിയുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഗവൺമെന്റ്, കേരളത്തിലെ വ്യവസായ പ്രമുഖരെ, കേരളത്തിലെ സാമുദായിക നേതാക്കളെ, അവര് തെരഞ്ഞെടുപ്പ് കാലത്ത് എതിർപ്പ് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല അതിന്റെ മാനം. അവരൊക്കെ കേരളീയ സമൂഹത്തിൽ പല തരത്തിൽ ഇടപെടലുകൾ നടത്തുന്നവർ. അവർ രാഷ്ട്രീയമായി അവർ പറയുന്ന ആ സമുദായം എന്ത് ചെയ്തിട്ടുണ്ടോ എന്നത്
അത് മറ്റൊരു കാര്യമാണ്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഇല്ല എന്നാണ് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കേരളത്തിൽ അങ്ങനെ അവർ NSS സുകുമാരൻ നായർ പറയുന്നത് നായന്മാർ വോട്ട് ചെയ്യും, വെള്ളാപ്പള്ളി പറയുന്നിടത്താണ് ഈ ഈഴവർ വോട്ട് ചെയ്യുന്നൊക്കെയുള്ള ഒരു കെട്ട് കഥ മാത്രമാണെന്നാണ് തെളിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അവരെ ഇനി മേലാൽ ഈ ഭരണാധികാരി അടുപ്പിക്കാൻ പാടില്ല എന്ന യുക്തി യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ സംസ്ഥാനത്തിന്റെ യുക്തി അല്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പൊ അവരവിടെ പോയിട്ട് എന്തിനാ പോയെന്ന് പറഞ്ഞില്ല എന്നുള്ളത്. ഒരു മന്ത്രി ഒരു ആളെ കാണാൻ പോകുമ്പോൾ അത് പൊതുസമൂഹത്തോട് ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നത് എന്ന് പറയണമെന്നൊക്കെ നമ്മൾ നിർബന്ധിക്കുന്നത് എന്തിനാണെന്നാ, എന്ത് യുക്തിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ യൂസഫ് അലി സതീശനെ കണ്ടു, നമ്മൾ വാർത്തയിൽ അറിഞ്ഞു. അവർ തമ്മിൽ എന്താ സംസാരിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കാം. അത്രയേ ഉള്ളൂ ഇതിനകത്തെ കാര്യം. ഇവരെയൊക്കെ പരസ്പരം വിമർശിക്കുമ്പോഴും ഇവരെയൊക്കെ കേരളത്തിൽ നിന്ന് റദ്ദ് ചെയ്യേണ്ടവരാണെന്നുള്ള യുക്തിയൊന്നും അല്ല. അതൊക്കെ ഒരു എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള നിലപാടാണ്. അങ്ങനല്ല നമ്മൾ ജനാധിപത്യ പ്രക്രിയയെ കാണേണ്ടത്. ഇപ്പൊ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാൾ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടിയാൽ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറഞ്ഞത് എന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടിയ ഒരു പരസ്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. പരസ്യമായിട്ട് പറയുന്ന ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടന എന്ന് പറഞ്ഞാൽ ഒരു ഭീകര പ്രസ്ഥാനമാണെന്ന് സ്റ്റേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. സംഘപരിവാർ ശക്തികളൊക്കെ പറയാറുണ്ട്, അവരുടെ പ്രചാരണത്തിന്റെ ഭാഗമായി പറയാറുണ്ട്. സ്റ്റേറ്റ് അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു സംഘടനയോട് തെരഞ്ഞെടുപ്പിൽ അവർ വാഗ്ദാനം ചെയ്യുന്ന പിന്തുണ സ്വീകരിക്കരുതെന്ന് പറയുന്നതിൽ എന്താ യുക്തിയിരിക്കുന്നത്? SNDP പിന്തുണ പ്രഖ്യാപിച്ചിരുന്നോ? അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിന്റെ അടുത്ത് പോയത്. NSS പിന്തുണ പ്രഖ്യാപിച്ചോ UDF-ന്? ഇല്ലല്ലോ. അപ്പൊ അവര് പറഞ്ഞത് സതീശൻ മുഖ്യമന്ത്രി ആകാൻ പാടില്ല എന്ന വാശിയിൽ അവർ കാര്യത്തിൽ ഇടപെടുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറഞ്ഞാലും അവരെ പോയി കാണുന്നത്, അവർ ഗവൺമെന്റ് രൂപീകരിച്ചതിന് ശേഷം പോയി കാണുന്നതിൽ എത്ര വലിയൊരു അപകടമുണ്ട് എന്നൊന്നും എനിക്കെന്തുകൊണ്ടോ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ഗവൺമെന്റാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ആ കാര്യത്തിൽ താല്പര്യം. മുഴുവൻ മനുഷ്യരെയും ഗവൺമെന്റാണ്. പക്ഷെ ചിലരെ മാത്രമേ കാണുമെന്ന് VD സതീശനെ. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ K. അരുൺകുമാർ, ഇപ്പൊ ഇവരെയൊക്കെ അകറ്റി നിർത്തണം, വർജിക്കണം എന്നല്ല പറയുന്നത്. ഇവരുടെ നിലപാടുകൾ നാം എത്രമാത്രം ഒരു സമൂഹത്തിൽ എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളണം എന്ന് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ടല്ലോ, അതിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന കൂട്ടരാണ്. അതുകൊണ്ടാണ് ഇവരുമായി ഏതറ്റം വരെയാണ് സഹകരിക്കേണ്ടതെന്നും അതിനേക്കാൾ ഏതറ്റം വരെയാണ് നിസ്സഹകരിക്കേണ്ടത് എന്നതും ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ സുകുമാരനാരെ ഒഴിച്ചു നിർത്താം, പക്ഷെ വെള്ളാപ്പള്ളി എന്തൊക്കെ തരത്തിലുള്ള വിദ്വേഷ പരാമർശമാണ് നടത്തിയിട്ടുള്ളത്, വർഗീയ പരാമർശമാണ് നടത്തിയിട്ടുള്ളത് എന്നത് നമുക്കറിയുന്നതാണ്. അപ്പോൾ എല്ലാ വർഗീയവാദികളെയും ഉൾക്കൊള്ളുക എന്നതല്ല സമീപനം. അപ്പോൾ ആ കാര്യത്തിൽ വിമർശന ബുദ്ധിയാതന്റെ കാര്യങ്ങളെ കാണേണ്ടതില്ലേ? പിന്നെ ഒരു കാര്യം കൂടി, അരുൺകുമാർ, മന്ത്രിമാർ പോകുമ്പോൾ അവരകത്തു പോയി എന്ത് പറഞ്ഞാലും അത് പുറത്തു വന്ന് പറയണമെന്ന് അവരെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞുകൂടാ. കാരണം ഏറ്റവും കൂടുതൽ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകേണ്ട വിഭാഗം സമുദായ നേതൃത്വം തന്നെയാണ്. കാരശ്ശേരി മാഷിയുടെ ശരിയായി പറഞ്ഞതുപോലെ അവർ നിഷ്കളങ്കരായ നേതാക്കന്മാരല്ല, അവർ മറ്റൊരു കളത്തിലിറങ്ങി നിന്ന് രാഷ്ട്രീയം കളിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവരൊക്കെ അധികാര കേന്ദ്രങ്ങൾ അങ്ങോട്ട് പോയി കണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങി വണങ്ങി നിൽക്കുന്നു. ആ സാഹചര്യം പുറത്തേക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം ജനാധിപത്യ വിരുദ്ധമാണ്, സർക്കാരിന്റെ ജനാധിപത്യ മതേതര സ്വഭാവത്തിന് നിരക്കുന്നതല്ല. അതുകൊണ്ട് സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകേണ്ടതില്ലേ രണ്ടു കൂട്ടരും. രാഷ്ട്രീയക്കാർക്ക് മേൽ മാത്രമാണ് എപ്പോഴും നാം ഇത് അടിച്ചേൽപ്പിക്കുന്നത്. മന്ത്രി പോയി സമുദായ നേതാവിനെ കണ്ടാൽ സമുദായ നേതാവും പൊതുസമൂഹത്തോട് പറയണം, മന്ത്രിയും പൊതുസമൂഹത്തോട് പറയണം കണ്ടതെന്തിന് പറഞ്ഞത് എന്തൊക്കെയെന്ന്. അങ്ങനെ വേണ്ടേ അരുൺകുമാർ? ഇവിടെ നിരീക്ഷകർ അഭിപ്രായം സ്വതന്ത്രമായി തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഓരോ ഗവൺമെന്റ് നിൽക്കുമ്പോഴും ഈ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ വ്യത്യസ്തത വരുന്നു. ഓരോ ഗവൺമെന്റ് വരുമ്പോഴും ഇവരുടെ അഭിപ്രായം മാറുന്നു എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം. ഇവിടെ സമുദായ സംഘടനകളുമായിട്ട് വളരെയധികം ഫൈറ്റ് ചെയ്തു പോകുന്ന സാഹചര്യം ഇതിനു മുമ്പും പലതവണ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ചില നിലപാടുകളോട് യോജിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ആ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നല്ലതാണ് എന്ന് സമുദായ സംഘടനകൾ അഭിപ്രായം പറഞ്ഞു. അത്തരത്തിലൊരു സമുദായ സംഘടന അഭിപ്രായം പറയുമ്പോൾ ഞങ്ങളെ എതിർത്തവരാണ് പിന്നീട് ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ കണ്ട് ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ കൊള്ളാം, ഇന്ന വികസന പ്രവർത്തനം കൊള്ളാം, അതുകൊണ്ട് ഞങ്ങൾ ഇതിനോട് യോജിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെ യോജിക്കുന്ന അഭിപ്രായം പറഞ്ഞവരെ എന്തുകൊണ്ട് നിങ്ങൾ തള്ളി പറയുന്നില്ല എന്ന് ചോദിച്ച് ചർച്ച നടത്തിയ സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ ആക്ഷേപിക്കുകയല്ലോ, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായം പറഞ്ഞപ്പോൾ ആ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷെ അവരുടെ ഒരു വർഗീയ നിലപാടിനോടും ഞങ്ങൾ യോജിച്ചിട്ടില്ല.
വർഗീയ നിലപാടുകൾ പറഞ്ഞപ്പോഴെല്ലാം അതിന് ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ട്. ആ തള്ളി പറഞ്ഞ് നിഷേധിച്ചിട്ടുമുണ്ട്. അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ അക്സെപ്റ്റബിൾ അല്ല, അത് ആവർത്തിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രതീതി ഉണ്ടാക്കി. ആ പ്രതീതി ഉണ്ടാക്കിയത് എന്താ? ന്യൂനപക്ഷത്തിനെതിരാണ് ഈ ഗവൺമെന്റ്, ന്യൂനപക്ഷ സമുദായത്തിന് മുഴുവൻ ഈ ഗവൺമെന്റ് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന പ്രതീതി വളർത്താനും പ്രചരിപ്പിക്കാനും മുന്നിൽ നിന്ന UDFന്റെ നേതാക്കന്മാർ, ആ നേതാക്കന്മാർ ഇപ്പോൾ പോയി സമുദായ സംഘടനാ നേതാക്കന്മാരുടെ മുന്നിൽ വഴങ്ങി നിൽക്കുമ്പോഴാണ് ഏറ്റവും ഗൗരവമായ ചോദ്യം. ഇപ്പൊ ഇവിടെ കാരിശ്ശേരി മാഷ് പറഞ്ഞു, മുഖ്യമന്ത്രിയെ ഇങ്ങോട്ട് വന്ന് കണ്ടതിൽ കുഴപ്പമില്ല. ഇതേ മുഖ്യമന്ത്രിയല്ലേ ഇവിടെ ലത്തീൻ സമുദായ നേതാക്കന്മാരെ പോയി കണ്ടത്? ഞങ്ങൾക്ക് മന്ത്രിയില്ല എന്ന് പറഞ്ഞപ്പോ അന്ന് രാത്രി തന്നെ ശ്രീ VD സതീശൻ പോയി ലത്തീൻ സമുദായ നേതാക്കന്മാരെ കണ്ടു, ബിഷപ്പുമാരെ കണ്ട് തൊഴുതു നിന്നല്ലോ. എറണാകുളത്തും മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിന് മുമ്പേ തന്നെ വന്ന് ബിഷപ്പുമാരെ കാണുന്ന സാഹചര്യം ഉണ്ടായല്ലോ. ഇപ്പൊ ചില നേതാക്കന്മാർ കണ്ടാൽ ഇതെല്ലാം കൊള്ളാം, അത് മാത്രമല്ല കെ മുരളീധരൻ അടക്കമുള്ളവരെ ലത്തീൻ സഭയുടെ ആർച്ച് ബിഷപ്പിനെ കാണാനായി പിന്നീട് വിട്ടു. ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങളിലും മന്ത്രിസഭ എങ്ങനെ പ്രവർത്തിക്കും, ഏത് രൂപത്തിലായിരിക്കും എന്ന് ഈ വിഭാഗങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്താനായിട്ട് എന്ത് മാൻഡേറ്റ് ആണ് ഇവർ VD സതീശൻ മന്ത്രിസഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്? അരുൺകുമാർ, ഇത് ജനങ്ങളുടെ മാൻഡേറ്റോടുള്ളൊരു മന്ത്രിസഭയല്ലേ? അതെ, ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. കാരണം അതെ, ഒരു മന്ത്രിസഭ വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നു, അഭിനന്ദിക്കുന്നു, അഭിപ്രായം പറയുന്നു, വികസന കാര്യങ്ങളിൽ അഭിപ്രായം തേടുന്നു. ഇതൊന്നും തെറ്റാണ് എന്നല്ല പറയുന്നത്. മറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൊള്ളാം, അതുകൊണ്ട് ഭരണ തുടർച്ചയ്ക്ക് അർഹമായ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന അഭിപ്രായം പറഞ്ഞാൽ, ദേ ഇവിടെ ഇതാ സമുദായ പ്രീണനം നടത്തുന്നു, മറ്റ് സമുദായത്തെ അടിച്ചമർത്തുന്നു, മറ്റ് സമുദായ വിരുദ്ധത നടത്തുന്നു, വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നു പറഞ്ഞവർ തന്നെ തിരിച്ചു വന്ന അഭിപ്രായം പറയുന്നു 2 ആഴ്ച കൊണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്നല്ലോ, ഈ കേരളത്തിലെ 90% മണ്ണും ഇളകിക്കിടക്കുകയാണ്, അതുകൊണ്ട് ഇവിടെ അതിവേഗ പാത പാടില്ല എന്ന് പറഞ്ഞവർ ഇന്നലെ 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മണ്ണെല്ലാം ഉറച്ചു, ദേ അതിവേഗ പാതയ്ക്ക് പറ്റിയ മണ്ണ് എന്ന് തിരുത്തി പറയുന്നത് നമ്മൾ കണ്ടില്ലേ? പെട്രോൾ ഡീസൽ വില വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പറയുന്ന ഇവിടെ നികുതി ഇളവ് കൊടുക്കാൻ സംസ്ഥാനത്തിന് പറ്റില്ല. നേരത്തെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയേ, നിലപാടിൽ വരുന്ന മാറ്റം പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണുകയാ. ഞങ്ങൾ ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമാണ്, ഞങ്ങൾ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പറയും കുറച്ചുകൂടെ ബ്രീത്തിങ് ടൈം കൊടുത്തുകൂടെ, ഇത്ര വിരുദ്ധമായ കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെ ബ്രീത്തിങ് ടൈം കൊടുക്കാം? അതുകൊണ്ട് ഒരു വലിയ പ്രതീതി ഇടതുപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തിനെതിരാണ് ഇടതുപക്ഷ ഗവൺമെന്റ്, വർഗീയവാദികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിച്ചവർ, അതെ പ്രോത്സാഹിപ്പിച്ചവർ. നമുക്കറിയാം, പിണറായി വിജയനെ കെട്ടുകെട്ടിച്ച് കണ്ണൂർക്ക് വിടുമെന്ന് പറഞ്ഞതാ ഏത് വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുരോഹിതൻ. അത്തരത്തിലുള്ള പുരോഹിതന്മാർ നിലപാട് പറയുമ്പോഴും ഞങ്ങൾ വികസനത്തിന്റെ സന്ദേശമാ കൊടുത്തത്. പക്ഷെ അതൊക്കെ എത്ര തെറ്റായി ചിത്രീകരിക്കപ്പെട്ടു. ആ പ്രതീതിക്ക് വേണ്ടി വാദിച്ചവർ തന്നെ ഇപ്പൊ നിലപാട് മാറ്റുന്നത് കാണുമ്പോൾ ഇതൊക്കെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞ് ചില നിരീക്ഷകർ വിശേഷിപ്പിക്കപ്പെടുമ്പോൾ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് മാത്രമേ ഞങ്ങൾക്ക് അഭിപ്രായമുള്ളൂ. ശരി, ശ്രീ N ശ്രീകുമാർ, ഇവിടെ അങ്ങ് പറയുകയുണ്ടായി വളരെ മയിൽപ്പീലി കൊണ്ട് തലോടുന്ന രൂപത്തിലൊരു തല്ലൽ നൽകിക്കൊണ്ട്. ബിന്ദു കൃഷ്ണയ്ക്ക് അങ്ങനെ പറയാമായിരുന്നു, എന്തിനിങ്ങനെ പറഞ്ഞു? അങ്ങനെയൊക്കെയുള്ള ആനുകൂല്യം കൊടുക്കണം. അങ്ങനെ ഒരു ആനുകൂല്യം കൊടുക്കേണ്ടതല്ല, കൃത്യമായി പറയേണ്ടതുകൊണ്ട്. കാരണം ദുർക്കിഫിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് അല്ലേ? ബിന്ദുവിനോട് അവരാണ് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ അവരുടെ പാർട്ടിയുടെ തന്നെ യുവജന പോഷക സംഘടനയുടെ നേതാക്കന്മാരാണ് ചോദിക്കുന്നത്. VR അനൂപ് ചോദിക്കുന്നു. അപ്പൊ ഇതിനൊക്കെ മറുപടി പറയണ്ടേ? ഇവിടെ ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കാരശ്ശേരി മാഷ് പറഞ്ഞു അങ്ങോട്ട് തുഷാർ പോയി കാണുന്നതിൽ കുഴപ്പമില്ല എന്ന്. അങ്ങോട്ട് പോയി കാണാനാണ് തുഷാർ ഒരുമ്പെട്ടത് NSS നേതാവിനെ, NSSന്റെ ഈ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ. വരേണ്ട എന്ന് സുകുമാരൻ നായർ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് സംശയിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരം സൂചനകൾ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വരവിനെ നിരാകരിച്ചത്. അപ്പോ അന്ന് ഒരു സമുദായ നേതാവിന് തന്നെ ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങളെ സംശയിക്കാൻ കഴിയുമെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ ഇതേ ആൾ തന്നെ വീണ്ടും പോയി കാണുമ്പോൾ എന്തുകൊണ്ട് അതിൽ മറ്റൊരു ഡീൽ സംശയിച്ചുകൂടാ? അവിടെയാണ് അനൂപ് പറയുന്നത് തുഷാർ വെള്ളാപ്പള്ളി എന്നാൽ SNDPയുടെ വൈസ് പ്രസിഡന്റ് മാത്രമല്ല, NDAയുടെ പ്രധാനപ്പെട്ട നേതാവാണ്, BDJSന്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരനാണ്, പ്രധാനപ്പെട്ട നേതാവാണ്. എല്ലാത്തിലുമുപരി അതൊന്നുമല്ല അനൂപ് പറയുന്നത്. അനൂപ് ചാർത്തി കൊടുക്കുന്ന പട്ടം തുഷാർ ഒരു സാമ്പത്തിക കുറ്റവാളിയാണ് എന്നാണ്. അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രിയെ പോയി കണ്ട് ഈ പറയുന്ന പിറന്നാളും ആശംസിച്ച്, പിറന്നാൾ ദിന ആശംസകൾ നേർന്ന് സൗഹൃദ സന്ദർശനം എന്ന് പറഞ്ഞാൽ അടച്ചിട്ട മുറിയിൽ അത്രയും സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു എന്ന് ബാക്കി എല്ലാവരും തിരുവായ്ക്ക് എതിർവായില്ലാത്ത വിധം മനസ്സിലാക്കണമെന്നാണോ ശ്രീ N ശ്രീകുമാർ?
നോക്കൂ ശ്രീ വേണു, ഇവിടെ ഞാൻ അവസരവാദമൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ UDFൻ്റെ ആ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സമുദായ നേതൃത്വത്തിൻ്റെയും സമ്മർദ്ദമില്ലാതെയാണ് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതും ജയിച്ചതും മന്ത്രിസഭ രൂപീകരിച്ചതും. അപ്പുറത്തായിരുന്നു സമുദായ നേതാക്കളെല്ലാവരും താല്പര്യം. 35 സീറ്റിലെ CPM മുന്നണി ഒതുങ്ങിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കുറച്ച് സമുദായ പിന്തുണ അവർക്ക് കിട്ടിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർക്ക് അതും കിട്ടുമായിരുന്നില്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ തുറന്നിട്ടിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ പറയാം, അവരുടെ പരാതികൾ ബോധിപ്പിക്കാം. BDJSൻ്റെ പ്രസിഡൻ്റാണ് തുഷാർ വെള്ളാപ്പള്ളി, അദ്ദേഹത്തിന് പോകാം, ആർക്കും പോയിട്ട് പരാതി ബോധിപ്പിക്കാം. അടച്ചിട്ടിട്ടില്ല. അവിടെ ഈച്ച പോലും കയറാത്തൊരു സ്ഥലത്താണ് ഇന്ന് ആൾക്കൂട്ടം എത്തുന്നത്. കുറച്ച് വിഷമം ഉണ്ടാവും, CPMൻ്റെ പ്രതിനിധികൾക്ക് വിഷമം ഉണ്ടാവും. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്നു എന്ന് മുമ്പ് വിഷമം ഉണ്ടാവും. ഞാനതിലാരെ കുറ്റം പറയുന്നില്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോയിട്ട് ഞാൻ പറഞ്ഞ എന്താണ്, ഞാൻ വെള്ളാപ്പള്ളിയെ കാണാൻ പോയി, ശരിയാണ്, ഞാൻ അദ്ദേഹത്തെ ഈ മന്ത്രിയായതിനു ശേഷം എൻ്റെ സുഹൃത്ത് എന്ന നിലയ്ക്ക് കാണാൻ പോയി എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവരത് പറയാതെ ഒരു ആശംസ അർപ്പിക്കുന്നത് അതൊരു തെറ്റായ സന്ദേശം നൽകുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു മാറ്റവുമില്ല. പിന്നെ കോൺഗ്രസിൻ്റെ വക്താവാണെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരാണെങ്കിലും അവരൊക്കെ അഭിപ്രായം പറയുന്നതിൽ ഞാൻ കാര്യമായിട്ട് എടുക്കില്ല. കാരണം അവർക്കൊക്കെ അവരുടേതായ താല്പര്യങ്ങൾ കാണും. KPCC എന്ത് പറയുന്നു, മുഖ്യമന്ത്രി എന്ത് ക്ഷമിക്കണം, നിയമസഭാ കക്ഷി നേതാവ് എന്ത് പറയുന്നു, അല്ലെങ്കിൽ AICC ജനറൽ സെക്രട്ടറി എന്ത് പറയും, ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം. പിന്നെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമ്മുടെ ഈ സമുദായ സംഘടനകളുടെ കോൺഗ്രസ് അന്യരാണെന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ സമ്മർദ്ദം ഇങ്ങോട്ട് വേണ്ട, അവർ തിരഞ്ഞെടുപ്പുകാലത്ത് ഇടപെടണ്ട. അവരല്ല, സമുദായത്തിൽപ്പെട്ട ജനങ്ങളാണ്, സമുദായത്തിൽപ്പെട്ട അംഗങ്ങളാണ്. അത് UDFൻ്റെ നയത്തിനും പരിപാടിക്കുമുള്ള അംഗീകാരം അവർ നൽകി. UDF ആരെയും വിലക്കിയിട്ടില്ല, ആരെയും ആർക്കും പോയി കാണാം. ഇവിടെ കാരശ്ശേരി മാഷ് പറഞ്ഞു ഇങ്ങനെ തുളസി SNDP യോഗം ജനറൽ സെക്രട്ടറിയെ കണ്ടു. അത് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ NSSൻ്റെ ജനറൽ സെക്രട്ടറിയെ മാത്രം കണ്ടു എന്നാണ് എൻ്റെ അറിവ്. അവർ ഒറ്റപ്പാലം NSS കോളേജിൽ അധ്യാപികയായിരുന്നുകൊണ്ട് ആ നിലയ്ക്ക് പോയതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ മറ്റൊരു വിഷയം എന്താ വെച്ചാൽ സമുദായ നേതാക്കൾ ക്ഷണിച്ചാൽ നാളെ മുഖ്യമന്ത്രിയും ഒരുപക്ഷെ NSS ആസ്ഥാനത്ത് ഒരു പരിപാടി മന്നം ജയന്തി ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചാൽ മുഖ്യമന്ത്രി പോയെന്നിരിക്കും. SNDP യോഗത്തിൻ്റെ വാർഷിക ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചാൽ പോയെന്നിരിക്കും. ശിവഗിരിയിൽ പോയെന്നിരിക്കും. സഭാ നേതൃത്വത്തിന് പോയെന്നിരിക്കും. ഇവിടെ ശ്രീ അരുൺകുമാർ പറയുന്നത് എന്താണ്, ഞങ്ങൾ അന്ന് സമ്മർദ്ദ ശക്തികളുടെ, അതായത് ഈ സമുദായ നേതാക്കളുടെ സമ്മർദ്ദ ശക്തിയാകാൻ സമ്മതിക്കാത്തത് CPM നിരീക്ഷിച്ചില്ല. അവരെന്ത് വിചാരിച്ചു, പണ്ടത്തെ പോലെ ഈ സമുദായ നേതാക്കളൊക്കെ പറയുന്നത് കോൺഗ്രസ് കേൾക്കുമെന്ന്. അവിടെ യഥാർത്ഥ ഇടതുപക്ഷം കോൺഗ്രസ് ആയി, ഇവർ യഥാർത്ഥ വലതുപക്ഷം, തീവ്ര വലതുപക്ഷമായി മാറി. കാരണം ഇവരുടെ ഒപ്പം കമ്മ്യൂണിസ്റ്റുകാരില്ല, ഇവരുടെ ഒപ്പം വിപ്ലവകാരികളില്ല, ഇവരുടെ ഒപ്പം നല്ല മാർക്സിസ്റ്റുകളുമില്ല. നല്ല മാർക്സിസ്റ്റുകൾ പുറത്തു വന്നപ്പം ആ 3 പേരെയും ജനങ്ങൾ ജയിപ്പിച്ചു. അപ്പോൾ യഥാർത്ഥ ഇടതുപക്ഷം കോൺഗ്രസ് ആയി. ആ കോൺഗ്രസിൻ്റെ ഒരു മന്ത്രി അല്ലെ 2 മന്ത്രി സമുദായ നേതാക്കളെ കാണാൻ പോകുമ്പോൾ അതൊരു ചർച്ചയാകും, സംശയമില്ല. കാരണം ഇവരെ കഴിഞ്ഞ തവണ അപ്പോൾ അത് കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ശരിയാണ്, ഇലക്ഷൻ കാലത്ത് പറഞ്ഞത് വോട്ട് കിട്ടാൻ പോവില്ല, ഇലക്ഷന് ശേഷം ജനങ്ങൾ ജയിപ്പിച്ച മന്ത്രി, ആ മന്ത്രിമാർക്ക് പോകാൻ വിലക്കില്ല. പക്ഷെ അവരെന്തിനു പോയി എന്നുള്ളത് അത് ആ സ്വതസിദ്ധമായ രീതിയിൽ അഭിപ്രായം തുറന്നു പറഞ്ഞാൽ ഇതൊരു വിഷയമല്ല. പക്ഷേ കോൺഗ്രസിനുള്ളിലെ ആരെങ്കിലും ഏത് യൂത്ത് കോൺഗ്രസ് നേതാവ് പാർട്ടിക്ക് ചേരാത്ത വിധത്തിലെ പ്രസ്താവന നടത്തിയാൽ അത് അംഗീകരിക്കാനും ബുദ്ധിമുട്ടുണ്ട്. ശ്രീ N. ശ്രീകുമാർ, താങ്കൾ നേരത്തെ നടത്തിയ ചർച്ചകളൊക്കെ ഒന്ന് ഓർക്കണം. VSന്റെ നിലപാടുകളെ ബന്ധപ്പെടുത്തിയൊക്കെ താങ്കൾ നടത്തിയിട്ടുള്ള വിമർശനങ്ങൾ അന്നത്തെ സർക്കാരിനെ, അതുമാത്രവുമല്ല ഈ പറയുന്ന പാർട്ടി നിലപാടെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ VSന്റേതാണെന്നൊക്കെ സ്ഥാപിക്കുന്ന അങ്ങയുടെ വാദമുഖങ്ങളൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടാകും. അതൊക്കെയാണ് നേരത്തെ ഈ പറഞ്ഞ അരുൺകുമാർ ചൂണ്ടിക്കാട്ടുന്ന അതിവേഗ നിറം മാറ്റം, പുതിയുഗ നിറം മാറ്റം എന്നൊക്കെ പറയുന്നത് അതാണ്. മാത്രമല്ല ഈ മന്ത്രിയും ഈ പറയുന്ന സമുദായ നേതാവും തമ്മിൽ കാണുമ്പോൾ ഈ കാരശ്ശേരി മാഷ് പറഞ്ഞതുപോലെ സമ്മർദ്ദ ശക്തികളാണ്. എന്തൊക്കെയാണ് വേണ്ടത് എന്ന കാര്യങ്ങൾ ഓരോരോ ഘട്ടങ്ങളിൽ അവർക്ക് സ്വാധീനമില്ലാത്ത ഘട്ടങ്ങളിൽ തന്നെ അത് ചൂണ്ടിക്കാട്ടുക, അവരുടേത് അപഹരിച്ചു കൊണ്ടുപോകുന്നു, ഇതര സമുദായങ്ങളെന്ന് ചിത്രീകരണം നടത്തുക, ഇങ്ങനെയൊക്കെ നിലപാടെടുക്കുന്ന ആളുകളാണ്. അവരുമായുള്ള അടച്ചിട്ട മുറിയിലെ ചർച്ച എന്ന് പറയുന്നത് ഇനി എന്തൊക്കെ സൗഹൃദം പങ്കുവെക്കുന്നതാണ് എന്ന് പറഞ്ഞാലും അതിന് സുതാര്യത മതിയായേ തീരൂ. ഞാനൊരു ഇടവേളയ്ക്ക് കൂടി പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റതിഥികളിലേക്ക്. ശ്രീ V. മനുപ്രസാദ്, ഈ തുഷാർ വെള്ളാപ്പള്ളി അങ്ങോട്ട് ചെന്ന് കാണുന്നതിൽ അപാകതയില്ല എന്ന് കാരശ്ശേരി മാഷ് പറഞ്ഞു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളും ഇപ്പോൾ സതീശനെതിരെ ഉയരുന്നുണ്ട്.
ഇപ്പോൾ ഒരു സൗഹൃദ സന്ദർശനം എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം സൗഹൃദങ്ങളെയും സംശയിക്കേണ്ട സാഹചര്യം മുൻപ് തുഷാറുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ നീട്ടുന്നില്ല. 2019 അങ്ങേക്കുമൊക്കെ ഓർമ്മയുള്ളതാകും, ഒരു ചെക്ക് കേസുമായി ബന്ധപ്പെട്ട് UAE-യിൽ ഇദ്ദേഹം അറസ്റ്റിലാകുന്നത്, ഇദ്ദേഹത്തിന് അവിടെ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു എന്നറിയുന്നത് അജ്മാനിലെ ജയിലിൽ. 19 കോടിയുടെ ഒരു ക്രമക്കേടുമായി ബന്ധപ്പെട്ട ചെക്ക് കേസിലാണ് അവിടെ പിടിയിലാകുന്നത്. ആ ഘട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ ഉടനെ ഇടപെട്ട് കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കറിനെ ബന്ധപ്പെട്ടിട്ട് അതിൽ അദ്ദേഹം വ്യക്തിപരമായ താല്പര്യമെടുക്കണമെന്ന് പറയുകയാണ്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യമുണ്ട്, തുഷാറിന്റെ ആരോഗ്യനിലയെപ്പറ്റി ആശങ്കയുണ്ടെന്ന്. തുഷാറിന്റെ ആരോഗ്യനിലയൊക്കെ 2019 എന്താ, ചെറുപ്പക്കാരനാ. അപ്പൊ അതേപ്പറ്റിയൊക്കെയുള്ള ആകാംക്ഷയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നത്. യൂസഫ് അലി അടക്കമുള്ളവർ വേഗം പണം കെട്ടിവെച്ചാണ് ഇദ്ദേഹത്തെ അതിവേഗം അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. അതേസമയം ഈ ചെക്ക് കേസിന്റെ കാരണമായിരിക്കുന്ന ഒരു വ്യക്തി അവിടെയുണ്ട്, ഒരു അഹമ്മദ് എന്ന് പറയുന്നയാൾ, അൻസിൽ അഹമ്മദ് എന്നുമാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് 6 മാസത്തോളം എന്തോ. ആ വീട്ടിലെ അദ്ദേഹത്തിന്റെ ഉമ്മ അടക്കമുള്ളവർ ആ വീടും പറമ്പും എല്ലാം വിറ്റും പണയപ്പെടുത്തിയുമൊക്കെയാണ് അതിനുള്ള പൈസ സമാഹരിച്ച് അയാളെ ജയിലിൽ നിന്നും പുറത്തിറക്കിയത്. അപ്പോൾ ആ വ്യക്തിയുടെ ആരോഗ്യനിലയെ പറ്റി പ്രശ്നമില്ല, ജയശങ്കർ ഇടപെടേണ്ട കാര്യമില്ല. അപ്പോൾ ചില ആളുകൾ കൂടുതൽ സമന്മാരാണ്. അത്തരം കൂടുതൽ സമന്മാരായിട്ടുള്ള ഒരാളല്ലേ സതീശനെ കണ്ടിരിക്കുന്നത്. അത് വെറും ഒരു പിറന്നാൾ ആശംസ സന്ദർശനം മാത്രമായി എങ്ങനെ കാണാൻ കഴിയും? മനു പ്രസാദിനോടാണ് ചോദ്യം. ഇടയ്ക്കിവിടെ കട്ടായി, അവസാനം എന്നുള്ളത് മാത്രമേ കേട്ടോളൂ. ഒന്ന് സ്പെഡിച്ച് വെച്ചാൽ. വെള്ളാപ്പള്ളി, തുഷാർ വെള്ളാപ്പള്ളി മുമ്പ് ഗൾഫിൽ ഒരു ജയിലിൽ കിടന്നപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തന്നെ ഇടപെട്ട് ജയശങ്കറെയൊക്കെ ഇടപെടിച്ചുകൊണ്ട് അവിടുത്തെ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെ പറ്റി ഉത്കണ്ഠ രേഖപ്പെടുത്തിയൊക്കെ രക്ഷിച്ചെടുത്തതാണ്. അപ്പോൾ കൂടുതൽ സമന്മാരായ ചില ആളുകളാണ് തുഷാർ വെള്ളാപ്പള്ളിയൊക്കെ. അങ്ങനെ കൂടുതൽ സമന്മാരിൽ പെട്ടിരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളിയാണ് മുഖ്യമന്ത്രിയെ കണ്ടിരിക്കുന്നത്. പെരുന്നയിലേക്ക് ഇതേ തുഷാർ വെള്ളാപ്പള്ളിയാണ് വരേണ്ട എന്ന് സുകുമാരൻ നായർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് പെരുന്നയിലേക്ക് പോകാതിരിക്കുന്നതിൽ പ്രശ്നമുണ്ട് എങ്കിൽ സതീശനെ കാണുന്നതിലും പ്രശ്നമുണ്ട്. അതാണ് ഉയരുന്ന വിമർശനം. സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞു, BDJS-ന്റെ നേതാവെന്ന നിലയിൽ മുഖ്യമന്ത്രിയെ കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ സംബന്ധിച്ച് BJP-യുടെ സംസ്ഥാന അധ്യക്ഷനും മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ പോയി പിണറായി വിജയൻ സഖാവിനെ കണ്ടിരുന്നു. തിരിച്ചും തന്നെ അവർ തമ്മിൽ കാര്യങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അത്തരം സ്വാഭാവികമായ സന്ദർശനങ്ങളെക്കുറിച്ചല്ല ഞങ്ങളിവിടെ പറയാൻ ശ്രമിച്ചത്. ഞങ്ങൾ പറഞ്ഞ കാര്യം എന്താണ്, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവർ ഉയർത്തിയ ചില ചർച്ചകളുണ്ട്. വോട്ട് നേടുന്നതിന് വേണ്ടി മാത്രമാണ് ആരെയും എന്തും പറയാൻ, ചില ആളുകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പറയുന്ന കൂട്ടത്തിലുള്ളവരാണ് കോൺഗ്രസ് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്ന കാര്യം. ഇവരെന്താണ് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറഞ്ഞത്, എന്താണ് സുകുമാരൻ നായരെ കുറിച്ച് പറഞ്ഞത്, ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കുറിച്ച് എന്താണ് പറഞ്ഞത്? എന്നാൽ മതമാണ് പ്രശ്നം എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും ഒക്കെ വളരെ മോശമായ രീതിയിൽ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ഇവിടെ തെരുവിൽ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കുന്ന സാഹചര്യം, അസഭ്യവർഷം ചൊരിയുന്ന സാഹചര്യം, ഏതൊരുവിധ പ്രസ്താവനയും ഏതൊരുവിധ പ്രശ്നവും VD സതീശന് ഉണ്ടാകുന്നില്ല. മറിച്ച് അതേ കാര്യത്തിൽ പാണക്കാട് നിന്ന് ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ അത് ശരിയായി മാറുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് കിട്ടുന്നതിന് വേണ്ടി സംഘടിതമായ ഒരു വിഭാഗത്തിന്റെ വോട്ട് ഉണ്ടാകുന്നില്ല. VD സതീശൻ എങ്ങനെയാണ് BJPക്ക് തെരഞ്ഞെടുപ്പനന്തര പുതിയുഗ കേരളത്തിൽ ആയുധം കൊടുക്കുന്നത് എന്ന് ഈ വാദഗതി കാണുമ്പോൾ അങ്ങ് കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ കാരശ്ശേരി മാഷ്, ഇപ്പോൾ തുഷാർ അങ്ങോട്ട് പോകുന്നതിൽ അസ്വാഭാവികതയില്ല എന്ന് പറയുന്നത് അജ്മാനിലെ ജയിൽ കഥ വെച്ചുകൊണ്ട് അങ്ങേക്ക് ആവർത്തിക്കാൻ കഴിയുമോ? ഒരു കാര്യം കൂടി, അങ്ങ് 57 മഹത്തായ ഒരു മാതൃക പറയുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ മന്നത്തിന്റെ ആ പ്രയോഗമൊക്കെ രാഷ്ട്രീയമായി ശരിയല്ല. അപ്പോൾ പോലും പോട്ടെ, ഒരു ഉറച്ച നിലപാടിനെ അംഗീകരിച്ചു എന്ന രൂപത്തിൽ നമുക്ക് എടുക്കാം. പക്ഷേ 87 30 വർഷത്തിന് ശേഷമുള്ള 87 നമ്മൾ ഓർമ്മിക്കണം. അന്ന് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുന്നത് ഇത്തരം എല്ലാ ശക്തികളോടും അകന്നു നിന്നുകൊണ്ട് അത് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു. തിളക്കമാർന്ന ജയമെന്നാണ് 87 വിജയത്തെ CPM അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പള്ളിയെയും പട്ടക്കാരനെയും ഒക്കെ വർജിച്ചിട്ട് വരൂ എന്ന EMSന്റെ ആഹ്വാനമടക്കം അന്ന് ഉണ്ടായിട്ടുള്ളതാണ്. അതിനെ തെരഞ്ഞെടുപ്പ് അനന്തരം അതിൽ വെള്ളം ചേർത്തിട്ടുമില്ല 87 നായനാർ സർക്കാർ. അങ്ങയുടെ പ്രതികരണം?
വേണു, നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം തുഷാർ വെള്ളാപ്പള്ളി എന്നല്ല, ഏത് ആളും അവിടെ മുഖ്യമന്ത്രിയെ കാണാൻ വന്നിട്ട് കാണാൻ അവസരം കിട്ടാതിരുന്നാൽ ഇതേ നമ്മൾ പറയും, സതീശൻ ഫാസിസ്റ്റാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജനാധിപത്യമില്ല, പൗരാവകാശങ്ങളില്ല, കാണാൻ സ്വാതന്ത്ര്യമില്ല. അപ്പോൾ അങ്ങോട്ട് ചെന്ന് കാണുന്നതും ഇങ്ങോട്ട് വന്ന് കാണുന്നതും വ്യത്യാസമാണെന്ന് ആളുകൾക്ക് ആലോചിച്ചാൽ അറിയാം. പിന്നെ തർക്കിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. വെള്ളാപ്പള്ളി നടേശൻ ഒരു സാധാരണഗതിയിലുള്ള സമുദായ നേതാവാണെങ്കിൽ ആരും അദ്ദേഹത്തെ പറ്റി ഒന്നും പറയില്ല. അദ്ദേഹം അങ്ങനെയല്ല. രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചിട്ട് വളരെ കാലം ആവർത്തിച്ച് ഇത്തരം പ്രസ്താവനകൾ പുറപ്പെടുവിച്ച് കേരളത്തിൽ ചേരിതിരുണ്ടാക്കാൻ ശ്രമിച്ച ഒരാളാണ്. ക്രിസ്ത്യൻ പള്ളികളിൽ വിദേശ പണം കുന്നുകൂടുകയാണ് എന്നും പണം കൊടുത്ത ആളുകളെ മതം മാറ്റുന്നുണ്ട് എന്നും പറഞ്ഞത് രാഷ്ട്രീയ വിമർശനമല്ല. അത് ക്രിസ്ത്യൻ പള്ളികളിൽ ഹവാല പണമുണ്ട് എന്ന് പറയുന്ന ഒരു നിയമസമാധാന പ്രശ്നമാണ്. മലപ്പുറം ജില്ലയിൽ ഈഴവന്മാർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയുന്നത് രാഷ്ട്രീയ വിമർശനമോ ലീഗിനെ പറ്റിയുള്ള വിമർശനമോ അല്ല. അങ്ങനെ എത്രയെങ്കിലും ഞാൻ അത്തരം വാക്യങ്ങൾ ആവർത്തിച്ചിട്ട് പുതിയ കയ്പുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ന് ഇപ്പോൾ മറ്റേതെങ്കിലും ഒരു ബിഷപ്പിൻ്റെ മാതിരിയോ സുകുമാരൻ നായരുടെ മാതിരിയോ പോലും അല്ല വെള്ളാപ്പള്ളി. അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹമാണല്ലോ ഈ ഇപ്പോൾ നേരത്തെ വേണു ഉദ്ധരിച്ച മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അദ്ദേഹമാണല്ലോ ഈ നായരിയുടെ സൗഹൃദം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടുത്തെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പ്രധാനപ്പെട്ട നായകൻ അദ്ദേഹമാണല്ലോ. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ശ്രീമതി ബിന്ദു കൃഷ്ണ അവിടെ ചെന്ന് തൊഴുത് വണങ്ങി നിൽക്കുമ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടെങ്കിലേ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന ഭാവത്തിൽ അവർ നിൽക്കുമ്പോൾ കാണുന്ന ആളുകൾക്ക്, അതറിയുന്ന ആളുകൾക്ക് ഏത് തരത്തിലുള്ള അവിഹിതമായ സ്വാധീനത്തിനും വെള്ളാപ്പള്ളിക്ക് സാധിക്കും. ആ തരത്തിൽ ഗവൺമെൻറ്റിന് ഒരു നിഷ്ഠ, അവരുടെ നീതിബോധം, അവരുടെ ജനാധിപത്യ ബോധം, അവരുടെ നിഷ്പക്ഷത പാലിക്കാൻ കഴിയാതെ വരും എന്നൊരു തോന്നലുണ്ടാവും. അതൊരു അവിശ്വാസം ഉണ്ടാക്കും. അതിപ്പോൾ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു ഞാൻ വിചാരിക്കുന്നത്. ശരി. അപ്പം മറ്റു കാര്യങ്ങൾ കൂടുതൽ കൂട്ടിക്കുഴച്ച് പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി. അവസാനമായി ശ്രീ കെ എസ് അരുൺകുമാർ, പ്രതിപക്ഷത്താണല്ലോ, അതുകൊണ്ട് താങ്കൾക്ക് അവസാനം ഒരു അവസരം കൂടി. ശ്രീ അരുൺകുമാർ. അല്ല, ഇവിടെ കാരശ്ശേരി മാഷ് പറഞ്ഞത് അനുവാദം ചോദിച്ച് തുഷാര് നമ്മുടെ മുഖ്യമന്ത്രിയെ പോയി കണ്ടു. ഒറ്റ മിനിറ്റ്, മുഖ്യമന്ത്രിയെ പോയി കണ്ടതിൽ എന്താണ് തെറ്റ്? ആര് ചെന്നാലും കാണാമല്ലോ എന്ന്. എന്നാൽ ഞാൻ ശ്രീ വേണുവിനും അതുപോലെ തന്നെ കാരശ്ശേരി മാഷിനും ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. അത് സാക്ഷാൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുഷാറിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, NDAയുടെ ഘടകകക്ഷി ഇപ്പൊ ഇവിടെ പറഞ്ഞ എല്ലാ വിശേഷണങ്ങൾക്കും അർഹതപ്പെട്ട തുഷാറിന്റെ വീട്ടിലേക്ക് ഈ സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി അങ്ങോട്ട് പോയി എല്ലാ തരത്തിലുള്ള അഭിനന്ദനം ഏറ്റുവാങ്ങി തൊഴുതു നിൽക്കുന്ന പടവും നമ്മൾ കാണുകയാണ്. അപ്പൊ മുഖ്യമന്ത്രിയെ കാണാൻ വന്നതിനെ ന്യായീകരിക്കുമ്പോൾ കാരശ്ശേരി ഭാഷ ഇതും കൂടെ ന്യായീകരിക്കണമല്ലോ. അതിന്റെ ആ ന്യായീകരണം എന്താണെന്ന് അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോ UDF കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ തെരഞ്ഞെടുപ്പ് വോട്ട് കിട്ടാൻ വേണ്ടി വച്ചതെല്ലാം വ്യാജമാണ്, തട്ടിപ്പാണ്. അവരുടെ നിലപാടിനെതിരായി അവർ തന്നെ നിൽക്കുന്നു. ഒറ്റ ചോദ്യം, ഇത്രയും സംഭവവികാസങ്ങൾ ഉണ്ടായല്ലോ, ലീഗ് ഒരക്ഷരം മിണ്ടിയോ? ലീഗിന്റെ നേതാക്കന്മാർ ഒരക്ഷരം മിണ്ടിയോ? ഇവിടെ പ്ലാപ്പാനി അടക്കം കുഞ്ഞാലിക്കുട്ടിയെ പോയി കണ്ട് തൊഴുകുന്നൊക്കെ പടങ്ങളും വീഡിയോകളൊക്കെ വരുന്നുണ്ട്. ആയിക്കോട്ടെ, പക്ഷെ ഇത്രയധികം വർഗീയവാദി എന്ന് ലീഗും UDFും വിളിച്ച വ്യക്തികളെ തന്നെ ഇവർ പോയി കണ്ട് തൊഴുതു നിൽക്കുമ്പോൾ ലീഗ് നയം വ്യക്തമാക്കണം. ഈ അഭിപ്രായം എന്താണ്, ലീഗിന്റെ അഭിപ്രായം എന്താണെന്നറിയാൻ പൊതുസമൂഹത്തിന് ആഗ്രഹമുണ്ട്. കാരണം ഇതൊക്കെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കച്ചവടമാണ്. പരസ്യമായിട്ട് ചീത്ത പറയും, രഹസ്യമായിട്ട് പോയി എല്ലാ ഡീലും നടത്തും. ആ ഡീലുകളുടെ ഭാഗമായി ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ പറയും CPM-ഉം BJP-യും ഡീലാന്ന് പറയും. യഥാർത്ഥ ഡീൽ എന്തൊക്കെയാണെന്ന് ഓരോ ദിവസവും തിരിച്ചറിയുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ലീഗും UDFും മറുപടി പറഞ്ഞേ പറ്റൂ. ജനങ്ങളെ വഞ്ചിച്ച് വോട്ട് തട്ടാൻ വേണ്ടി ഇവർ നടത്തിയ കള്ളക്കഥകൾ ഓരോ ദിവസമായി പുറത്തു വരിക തന്നെ ചെയ്യും. ശരി, ലീഗ് മറുപടി നിർബന്ധമാണ്, സാഹചര്യമാണ്. കൂടാതെ ശരി, ബിന്ദു കൃഷ്ണ പോയത് വെള്ളാപ്പള്ളിക്കും VD സതീശനും കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടിയിട്ടാണോ? KA തുളസി പെരുന്നയിൽ പോയത് NSS ആസ്ഥാനത്ത് VD സതീശൻ എത്താൻ വേണ്ടിയാണോ? ആ അണിയറ കഥകളെല്ലാം ഇനി പുറത്തു വരേണ്ടതുണ്ട്. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ബിഗ് ഡയലോഗ് അവസാനിക്കുന്നു.